മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിക്കുകയാണ്. മന്ദഗതിയിലാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 9 മണിവരെ മഹാരാഷ്ട്രയിൽ 6.61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഝാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 12.71%. എല്ലാ വോട്ടർമാരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പറഞ്ഞു. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ രണ്ടാം ഘട്ടവും പുരോഗമിക്കുകയാണ്. സമാധാനപരമായി തന്നെയാണോ പോളിംഗ് പുരോഗമിക്കുന്നത്? രോഹിണി, മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 9 മണിവരെയുള്ള കണക്കുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. 6% വോട്ടിംഗ് ആണ് മഹാരാഷ്ട്രയിൽ ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ഉത്തരഭാരതത്തിലെ പ്രദേശങ്ങളിൽ ശക്തമായ മഞ്ഞുകാലം, ശൈത്യകാലം ആരംഭിച്ചിരിക്കുന്നു. വളരെ തണുപ്പുള്ള സമയമായിട്ടും രാവിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 6% മുകളിലേക്ക് വോട്ടിംഗ് നില എത്തുന്നു എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ ആവേശം നൽകുന്ന ഘടകമാണ്. സാധാരണ ജനങ്ങൾക്കൊപ്പം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നീണ്ട നിര നമുക്ക് മഹാരാഷ്ട്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സ്ഥിരമായി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന നാഗ്പൂരിൽ, RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലകൊള്ളുന്ന നാഗ്പൂരിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തെ സംബന്ധിച്ച് ഓരോ വോട്ടുകളും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയും മുഴുവൻ മഹാരാഷ്ട്ര നിവാസികളോടും ഇന്നത്തെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. RSSന്റെ മുൻ സർക്കാരിവാഹ് ഭയ്യാജി ജോഷിയും നാഗ്പൂരിൽ തന്നെയാണ് രാവിലെ വോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം മുംബൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് താരങ്ങളുടെയും ഒക്കെ നീണ്ട നിര നമുക്ക് വോട്ടർമാരിൽ കാണാൻ സാധിച്ചു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം മുഴുവൻ ജനങ്ങളോടും ഇന്നത്തെ വോട്ടിങ്ങിന്റെ ഭാഗമാകാൻ സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പത്നിക്കും മകൾ സാറ ടെണ്ടുൽക്കർക്കും പത്നി അഞ്ജലിക്കും അതോടൊപ്പം തന്നെ മകൾ സാറയ്ക്കും ഒപ്പം എത്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ഒപ്പം സിനിമാ താരം അക്ഷയ് കുമാർ ഉൾപ്പെടെയുള്ള ബോളിവുഡിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം രാജ്ഭവനിൽ മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ ഗവർണർ CP രാധാകൃഷ്ണൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹവും മുഴുവൻ മഹാരാഷ്ട്ര നിവാസികളോടും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രാവിലെ തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ട് മുഴുവൻ ആളുകളും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകണം എന്ന ആഹ്വാനം നടത്തിയിരിക്കുന്നു. ഭാരതത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനവും ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള മൂന്നാമത്തെ സംസ്ഥാനവും ഏറ്റവും സമ്പന്നമായ സംസ്ഥാനവുമാണ് മഹാരാഷ്ട്ര. അതിനാൽ തന്നെ മഹാരാഷ്ട്രയിൽ ഇന്ന് നടക്കുന്ന ഈ വോട്ടെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് 25-ാം തീയതി മുതൽ വളരെ നിർണായകമായ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കാൻ കൂടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ജാർഖണ്ഡിലേക്ക് എത്തുകയാണെങ്കിൽ ജാർഖണ്ഡിൽ 38 സീറ്റുകളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 43 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 13-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ജാർഖണ്ഡിൽ ഇന്നിപ്പോൾ രണ്ടാം ഘട്ടമാണ് ഈ ശേഷിക്കുന്ന 38 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ജാർഖണ്ഡിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ്. 9 മണിവരെയുള്ള 2 മണിക്കൂറിലെ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം പുറത്തുവിട്ടിട്ടുണ്ട്. 12.61% പേരാണ് ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ ഇതിനകം ഇത്രയും തണുപ്പുകാലമായിട്ടും ശൈത്യകാലമായിട്ടും വോട്ട് ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ജാർഖണ്ഡിൽ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നതും എടുത്തു പറയണം. പൊതുവെ മാവോയിസ്റ്റ് നക്സൽ സ്വാധീന മേഖലകൾ ജാർഖണ്ഡിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ ഒരു കാലത്ത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയും സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ വളരെ സമാധാനപരമായ ജനാധിപത്യത്തിന്റെ ഉത്സവം ജനങ്ങൾ കൊണ്ടാടുകയാണ് എന്നത് പുതിയ ഭാരതത്തിന്റെ സവിശേഷതകളായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളിലും മികച്ച രീതിയിലുള്ള വോട്ടെടുപ്പാണ് ആദ്യ മണിക്കൂറുകളിൽ നടക്കുന്നത്. രോഹിണി. ശരി ഗൗതം, മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിക്കുകയാണ്. മന്ദഗതിയിലാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 9 മണിവരെ മഹാരാഷ്ട്രയിൽ 6.61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഝാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 12.71%. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.